സെബാസ്റ്റ്യൻ വെറ്റലിൻ്റെ ആധിപത്യം, ആ റെഡ് ബുൾ കാർ കൊണ്ടൊരു കറക്കം, പിന്നാലെ ഐക്കോണിക് സെലിബ്രേഷനും. 2013 ഇന്ത്യൻ ഗ്രാൻഡ് പ്രിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞാൽ മതി. ചിത്രങ്ങൾ മനസ്സിൽ ഓടിയെത്തും. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് അങ്ങനൊരു കാഴ്ച ഇന്ത്യക്കാർ കണ്ടിട്ടില്ല. അതോടെ ഫോർമുല 1 ഇന്ത്യൻ ഗ്രാൻഡ് പ്രി സഡൻ ബ്രേക്ക് ഇട്ടു. എന്നാൽ ഇന്നലെ പെട്ടെന്ന് മറ്റൊരു വാർത്ത പൊന്തി വന്നു. ഫോർമുല 1 ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. തിരികെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇത് മുന്നേ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. കാരണം 13 വർഷമായി അതെല്ലാം കഴിഞ്ഞു പോയിട്ട്. അന്ന് ഇന്ത്യക്കൊരു ഗ്രാൻഡ് പ്രി ഉണ്ടായിരുന്നു, ഇന്ത്യക്കൊരു ടീമും ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഡ്രൈവറും ഉണ്ടായിരുന്നു. പക്ഷേ 3 വർഷത്തിന് ശേഷം F1 ഇവിടുന്ന് കെട്ടിപ്പോയി. ഇന്ത്യൻ ഗ്രാൻഡ് പ്രി അവിടെ അവസാനിച്ചു. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? ഇന്ത്യയും ഫോർമുല 1 തമ്മിലുള്ള ബന്ധം എവിടെയാണ് തുടങ്ങിയത്? നമുക്ക് പരിശോധിക്കാം. കഥ നമുക്ക് 2005 മാർച്ചിൽ നിന്ന് തുടങ്ങാം. അന്നാണ് ഇന്ത്യയും ഫോർമുല 1 തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. 2005 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജോർഡൻ ടീമിനായി ഒരു ഇന്ത്യക്കാരൻ മത്സരിക്കുന്നു. പേര് നരേൻ കാർത്തികേയൻ. കോയമ്പത്തൂരുകാരനായ നരേൻ അങ്ങനെ ഫോർമുല 1 മത്സരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറി. ആ വർഷം US ഗ്രാൻഡ് പ്രിയിൽ ആദ്യ പോയിന്റും കരസ്ഥമാക്കി. അതിനു മുമ്പും ഇന്ത്യയിൽ ഷൂമാക്കർക്കും ഫെറാറിക്കും ആരാധകരുണ്ടായിരുന്നെങ്കിലും ഫോർമുല 1 ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ചിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് നൽകിയത് അയാളായിരുന്നു. നരേൻ്റെ ആ സ്വപ്ന നേട്ടത്തിന് 1 വർഷം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 2005 സീസണിന് ശേഷം നരേൻ ജോർഡൻ ടീമിനോട് വിട പറഞ്ഞു. പക്ഷേ അന്ന് അയാൾ കൊളുത്തിവെച്ച തീയാണ് പിന്നീട് 2011 ഇന്ത്യൻ ഗ്രാൻഡ് പ്രി വരെ എത്തിച്ചത്. 1 വർഷത്തിന് ശേഷം, കൃത്യം പറഞ്ഞാൽ 2007 ഒക്ടോബറിൽ, അന്നത്തെ സ്പൈക്കർ F1 ടീമിനെ ഇന്ത്യൻ ബിസിനസ്മാനായ വിജയ് മല്യയും സഹാറ കമ്പനിയും ചേർന്ന് വാങ്ങുന്നു. പിന്നീട് ഫോഴ്സ് ഇന്ത്യ എന്നും പേരുമിട്ടു. അവിടെയാണ് ഇന്ത്യയും F1 തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾക്ക് തുടക്കം വയ്ക്കുന്നത്. ഇന്ത്യക്കാർക്ക് സ്വന്തമായൊരു ടീം വന്നു. ബ്രിട്ടനിലെ സിൽവർസ്റ്റണിലായിരുന്നു അവരുടെ ഫാക്ടറി ബേസ്. അങ്ങനെ 2008 ഫെബ്രുവരിയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ വെച്ച് കാറുകൾ പ്രദർശിപ്പിച്ചു. ഡ്രൈവർമാരായ എക്സ്പീരിയൻസ് ഉള്ള ജിയൻ കാർലോ ഫിസിക്കലെയും യുവതാരമായ അഡ്രിയൻ സ്യൂട്ടിലും. തുടർന്ന് 2009 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ആദ്യമായി ഫോഴ്സ് ഇന്ത്യ പോൾ പൊസിഷനും പിന്നാലെ റേസിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അതോടെ ഇന്ത്യയിൽ ഫോർമുല 1 പുതിയ ആരാധകർ ഉണ്ടായി തുടങ്ങി. ടീമിൻ്റെ പ്രതീക്ഷകൾക്ക് അതീതമായി പെർഫോം ചെയ്യുന്ന അവർക്ക് ഒരു അണ്ടർ റേറ്റഡ് ടാഗും ഫോർമുല 1 ഗ്രിഡിൽ പതിപ്പിച്ചു കൊടുത്തു. ഫോഴ്സ് ഇന്ത്യയുടെ പ്രകടനങ്ങൾക്ക് പിന്നാലെ ഉടമസ്ഥൻ വിജയ് മല്യയ്ക്ക് ഒരാശയം തോന്നി, ഇന്ത്യയിൽ ഒരു റേസ് നടത്തിയാലോ എന്ന്. ആ ഐഡിയ ശരിക്കും നരേൻ കാർത്തികേയൻ്റെ മാനേജറുടേതായിരുന്നെങ്കിലും അതിന് പ്രധാനമായി ചർച്ചകൾ നടത്തിയത് വിജയ് മല്യയായിരുന്നു. ഫോർമുല 1 അവരുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ നടത്താൻ ശ്രമിക്കവേ ചീഫായ ബേണി എക്കിൾസ്റ്റൺ അതിന് സമ്മതവും മൂളി. ന്യൂഡൽഹിയിൽ നിന്ന് കുറച്ചു മാറി ഗ്രേറ്റർ നോയിഡയിൽ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ട് പണി കഴിപ്പിച്ചു. അവസാനം 2011 ഇന്ത്യൻ ഗ്രാൻഡ് പ്രി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. ലോകമെമ്പാടുമുള്ള F1 ആരാധകർ ഇന്ത്യയിലെത്തി. ഇന്ത്യൻ ആരാധകർക്ക് TV-യിൽ മാത്രം കണ്ടിരുന്ന ഹാമിൽട്ടനെയും ഷൂമാക്കറെയും വെറ്റലിനെയും നേരിൽ കാണാനുള്ള അവസരമുണ്ടായി. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആ പേരുകേട്ട ഫെറാറിയുടെ ചുവന്ന കാറുകൾ ഇന്ത്യൻ മണ്ണിൽ പായുന്ന ദൃശ്യം കാണാൻ ഭാഗ്യമുണ്ടായി. പോരാത്തതിന് അവർക്ക് ആഘോഷിക്കാനായി ത്രിവർണ്ണ പതാകയുമേന്തി സ്വന്തം ടീമും ഒപ്പം ഇന്ത്യൻ ഡ്രൈവറും ഗ്രിഡിലുണ്ടായിരുന്നു. 2011 ആദ്യ റേസിൽ 1 ലക്ഷത്തോളം കാണികളാണ് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലെത്തിയത്. അന്നത്തെ ലോക ചാമ്പ്യൻ സെബാസ്റ്റ്യൻ വെറ്റലിൻ്റെ ആധിപത്യത്തിനായിരുന്നു കാണികൾ സാക്ഷിയായത്. റേസിലെ വിജയത്തോടെ ഇന്ത്യൻ മണ്ണിൽ റെഡ് ബുൾ അവരുടെ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചു. 2ാം എഡിഷനിൽ ഫോഴ്സ് ഇന്ത്യ ടോപ്പ് 10 ഫിനിഷ് ചെയ്തു. എന്നാൽ 3ാം എഡിഷനിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് പ്രി അതിൻ്റെ ഐക്കോണിക് രംഗത്തിന് സാക്ഷിയായത്. തുടർച്ചയായ 3ാം വർഷവും റേസ് ജയിച്ച വെറ്റൽ തൻ്റെ 4ാം ലോക കിരീടം ഉറപ്പിച്ചത് ഇന്ത്യൻ മണ്ണിൽ വെച്ചായിരുന്നു. വിക്ടറി ലാപ്പിന് ശേഷം കാർ മോടിച്ച് ഗ്രാൻഡ് സ്റ്റാൻഡിന് മുന്നിലേക്ക് എത്തിയ വെറ്റൽ ഒരു ഡോണറ്റ് കറക്കവും കറക്കി തൻ്റെ ഐക്കോണിക് ബോ സെലിബ്രേഷനും നടത്തിയാണ് വിജയം ആഘോഷിച്ചത്. അതോടെ ഇന്ത്യ മോട്ടോർ സ്പോർട്സ് മാപ്പിൽ ഒരിടം പിടിച്ചു. ലോക നിലവാരത്തിലുള്ള ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിനെ കുറിച്ച് ഡ്രൈവർമാർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഇന്ത്യയിൽ ഒരു റേസിംഗ് കൾച്ചർ തന്നെ വളർന്നു തുടങ്ങിയെന്ന് എല്ലാവരും കരുതി. പക്ഷേ 2014 ഫോർമുല 1 അവരുടെ റേസ് കലണ്ടർ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പേര് അതിലുണ്ടായിരുന്നില്ല. 2015 മുതൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞെങ്കിലും അതും സംഭവിച്ചില്ല. അന്നത്തെ ഉത്തർപ്രദേശ് സർക്കാരുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഫോർമുല 1 ഒരു സ്പോർട്ടിംഗ് ഇവൻറ്റിന് പകരം ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവൻ്റായാണ് ഉത്തർപ്രദേശ് സർക്കാർ കണ്ടത്. അതോടെ നികുതി ഇനത്തിൽ ഒരു സ്പോർട്ടിംഗ് ഇവൻറ്റ് നൽകുന്നതിനേക്കാൾ കൂടുതൽ നികുതി ഈടാക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒപ്പം ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഫോർമുല 1 എക്യുപ്മെൻറ്റ്സ്, കാർ പാർട്സ്, ഹോസ്പിറ്റാലിറ്റി സെറ്റപ്പ് അങ്ങനെ എല്ലാം ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ഉണ്ടാകുന്ന കസ്റ്റംസ് നടപടികൾ ഇഴയുന്നതും ചിലവുകൾ വർദ്ധിപ്പിച്ചു. 3ാം വർഷത്തിൽ കാണികളുടെ എണ്ണത്തിലെ കുറവും ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. വൈകാതെ 2018 ഫോഴ്സ് ഇന്ത്യയും ഇല്ലാതെയായപ്പോൾ ഫോർമുല 1 ഗ്രിഡിൽ നിന്ന് ഇന്ത്യൻ പതാക അങ്ങനെ മാഞ്ഞുപോയി. എന്തായാലും അന്ന് അവസാനിപ്പിച്ച ഫോർമുല 1 ഇന്ത്യൻ ഗ്രാൻഡ് പ്രി ഇപ്പോൾ വീണ്ടും തലപ്പൊക്കിയിരിക്കുന്നു. അതിനിടയിൽ ഫോർമുല ഇയും മോട്ടോ GPയും വലിയ ആവേശത്തോടെ ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന് ഒരു റേസ് മാത്രമാക്കി അവസാനിപ്പിച്ചു പോയി. സമാന പ്രശ്നങ്ങളാണ് അവരും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്,
2013 ഫോർമുല 1 അല്ല ഇന്നത്തെ ഫോർമുല 1. അന്നത്തെ ആരാധകരല്ല ഇന്നത്തെ ആരാധകർ. ഡ്രൈവ് ടു സർവൈവ് സീരീസിലൂടെ അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും ഫോർമുല 1 നിരവധി മാറ്റങ്ങളാണ് വരുത്തിയത്. കൂടുതൽ ആളുകൾ ഫോളോ ചെയ്തു തുടങ്ങി. യുവ ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ 13 വർഷത്തിൽ ഫോർമുല 1നും ഇന്ത്യയിലെ ആരാധകർക്കുണ്ടായ മാറ്റം വീണ്ടും F1നെ ഒരു ഹിറ്റാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഇന്ത്യയിലെ എയർ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ അതിനൊരു തടസ്സമായേക്കാമെന്നും ഫുട്ബോൾ മര്യാദക്ക് നടത്താത്തവർ എങ്ങനെയാണ് ഫോർമുല 1 നടത്തുന്നതെന്നും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധികൃതമായി സംസാരിച്ചുവെന്നും ഉന്നതതല ചർച്ചകൾ നടത്തിയെന്നും പറയുന്നു. നികുതിയുടെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അത്രേ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.